ഈ ബ്രദറൻ പ്രസ്ഥാനമായിരുന്നു ആദ്യം ഉണ്ടായത്. ബ്രദറൻ എന്നായിരുന്നില്ല ആദ്യത്തെ പേരും, വിയോജിതൻ പ്രസ്ഥാനം എന്നായിരുന്നു. വിയോജിതൻ, അത് നിങ്ങൾക്കറിയാം. മഹാകവി കെ വി സൈമൺ സാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ബ്രദറൻ സമുദായത്തിന്റെ സഭാ വിഭാഗത്തിന്റെ ആദ്യത്തെ നേതാവാണ് മഹാകവി കെ വി സൈമൺ. നമ്മുടെ ഇന്ത്യ പെന്തിക്കോസ്ത് IPCയുടെ സ്ഥാപകൻ പാസ്റ്റർ കെ ഇ എബ്രഹാം അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഈ രക്ഷയുടെ സുവിശേഷമൊക്കെ അറിഞ്ഞത്. അപ്പൊ മഹാകവിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ അന്യഭാഷാ ഭാഷണത്തിലും കൃപാവരങ്ങളിലും അദ്ദേഹം അത്ര അങ്ങോട്ട് വിശ്വാസം പുലർത്തിയിരുന്നില്ല. അതിന് നിങ്ങൾക്കറിയായിരിക്കും, അവരുടെ തിയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കൃപാവരങ്ങൾ നിന്നുപോയി. അത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ പറയുന്നത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകും. അപ്പൊ അംശമായതെന്ന് പറയുന്നത് ഈ കൃപാവരങ്ങളാണ്. അത് പ്രവചനവരം നീങ്ങിപ്പോകും, ഭാഷാവരം നിന്നു പോകും എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവര് പറയുന്നത് ഇത് ഭാഷാവരവും പ്രവചനപരവും ഒക്കെ കൃപാവരമല്ലേ. അപ്പം പൂർണ്ണമായത് വന്നപ്പോൾ അവര് പൂർണ്ണമായത് എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് വേദപുസ്തകമാണ്. വേദപുസ്തകത്തിന്റെ രൂപീകരണത്തോടെ കൃപാവരങ്ങൾ ഇനി ആവർത്തിക്കേണ്ടതില്ല. അപ്പൊ തന്നെ അവർ കാണിക്കുന്ന ഒരു അപകടമുണ്ട്. ഈ പൂർണ്ണമായത് വരുമ്പോഴത്തേക്ക് അംശമായത് നീങ്ങിപ്പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ 13-ാം അധ്യായം 1 കൊരിന്ത്യർ 13-ാം അധ്യായം, നമ്മൾ 14-ാം അധ്യായമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ടാ പറഞ്ഞ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പൊ അവര് പറയുന്നത് അതുകൊണ്ട് ഭാഷാപരം നിന്നുപോയി, പ്രവചനപരവും നിന്നുപോയി. കാരണം പൂർണ്ണമായത് അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായത് ഉദ്ദേശിക്കുന്നത് വേദപുസ്തകമാണ്. പൂർണ്ണമായത്ത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ നാമം നപുംസകലിംഗമാണ്. അപ്പൊ അതുകൊണ്ട് അത് വേദപുസ്തകമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവരെടുക്കുന്നത്. തെറ്റില്ല, അതിൽ നമുക്കും അങ്ങനെ തന്നെ ചിന്തിക്കാം. പക്ഷെ അംശമായത് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രവചനപരം നീങ്ങിപ്പോകും, പൂർണ്ണമായത് ഭാഷാപരം നിന്നു പോകും എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ജ്ഞാനമോ നിന്നു പോകുന്നു. അപ്പൊ അവരുടെ തിയോളജി അനുസരിച്ച് അപ്പൊ ജ്ഞാനവും തീർന്നു പോയല്ലോ. അപ്പൊ ഇപ്പൊ ജ്ഞാനത്തിന്റെ ആവശ്യമില്ലല്ലോ, വേദപുസ്തകം വന്നപ്പോഴത്തേക്ക് ജ്ഞാനം. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായത് എന്ന് പറയുന്നത് കർത്താവിന്റെ രാജ്യമാണ്, അഥവാ കർത്താവിന്റെ വരവോടെ നാം പ്രാപിക്കുന്ന സ്വർഗജീവിതമാണ്, സ്വർഗരാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ കാരണം ഇവർക്ക് പറയാൻ നമുക്ക് വേറെ തെളിവുകളൊന്നുമില്ല. ഈ ഒരു വാക്യം വെച്ചുകൊണ്ടാണ് കൃപാവരങ്ങൾ നിന്നുപോയി, ഇനി അതിന്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 10, 28, 30 കൃപാവരങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമുക്കത് പഠിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ കൃപാവരങ്ങളെ കുറിച്ചൊരു നല്ല പഠനം നമുക്ക് നടത്തുന്നത് തെറ്റല്ലായിരുന്നു. നോക്കട്ടെ, നമ്മുടെ സമയം പോലെ ലഭ്യത പോലെ ഞാൻ ചെയ്യാം. എന്താണ് കൃപാവരങ്ങൾ? അപ്പൊ ആ കൃപാവരത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് വിശ്വാസം കൃപാവരമാണ്, അല്ലേ? പ്രവചനം കൃപാവരമാണ്, ശുശ്രൂഷ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ, ശുശ്രൂഷ അത് ഒരു കൃപാവരമാണ്. അപ്പം അതെല്ലാം നീങ്ങിപ്പോയെന്ന് വരികയല്ലേ? ഇത് മൊത്തം നീങ്ങിപ്പോയെങ്കിൽ കൃപാവര ശുശ്രൂഷകൾ, കൃപാവരങ്ങൾ മുഴുവൻ നിന്നു പോയെങ്കിൽ വിശ്വാസവും തീർന്നു പോകണം, ശുശ്രൂഷ നീന്നു പോകണം, സഹായം ചെയ്യാനുള്ള വരം നീന്നു പോകണം, ഇതെല്ലാം നീന്നു പോകണ്ടേ? അപ്പൊ ഈ പറയുന്നതിനകത്ത് നമുക്കൊരു ലോജിക്ക് വേണ്ടേ? അതില്ലാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ വാദം നാം അംഗീകരിക്കാതെ പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് പെന്തിക്കോസ്ത് എന്ന് പറയുന്ന സഭയിൽപ്പെട്ടവരും ആ വാദത്തിന്റെ പുറകെ പോവുകയാണ്. ഞാൻ അങ്ങനെയുള്ളവരോട് പറയട്ടെ, അതിൽ നിന്നും വീണ്ടും ഒരു പരിണാമം, അഥവാ ദൈവജനത്തിന്റെ പൂർണ്ണത അവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരല്പം കൂടെ കടന്ന് വചനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് പെന്തിക്കോസ്ത് എന്ന സഭാവിഭാഗം ഉണ്ടായത്. നമ്മളതിനെ പെന്തിക്കോസ്ത് എന്ന് വിളിച്ചത് പെന്തിക്കോസ്ത് നാളിലെ അനുഭവം വെച്ചോണ്ടാണ് പെന്തിക്കോസ്ത് സഭ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് പെന്തിക്കോസ്ത് അനുഭവത്തിൽ വിശ്വസിക്കുന്നവരും അന്യഭാഷ അടയാളത്തോടെ ആത്മനിറവ് പ്രാപിച്ചവരുമാണ് പെന്തിക്കോസ്ത് സഭയിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് കെ എബ്രഹാം സാറൊക്കെ പുറത്തു വന്ന് അവർ പെന്തിക്കോസ്ത് സഭ കേരളത്തിൽ സ്ഥാപിച്ചത്.
അപ്പൊ ഇതിനകത്ത് നിൽക്കുന്നവർക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകണം. ഇത് ബ്രദർ സഭയിലേക്ക് പൊക്കോണം. ബ്രദർ സഭയാണ് അതിന് നിങ്ങൾക്ക് പറ്റിയത്, ഇതെല്ലാം നിന്നുപോയി എന്ന് വാദിക്കുന്നവരാണെങ്കിൽ. അതുകൊണ്ട് ഇന്നും നമ്മുടെ സഭകളിലൊക്കെ അന്യഭാഷാ ഭാഷണത്തെ വിലക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാം. ദൈവദാസന്മാരടക്കം, നമ്മുടെ സഭകളിലെ ചില ദൈവദാസന്മാരടക്കം അന്യഭാഷാ ഭാഷണത്തെ അവർ വിലക്കുകയാണ്. അതിനവർ കാരണമായിട്ട് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞു 1 കൊരിന്ത്യർ 14 അധ്യായത്തില് പ്രവചിക്കുന്നവനില്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടാതിരുന്നോണോ, എല്ലാവർക്കും അങ്ങനെ പറയണ്ട, എല്ലാവരും അത് പറയണ്ട എന്നൊക്കെയാ പറഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്ക് പറ്റിയ ഒരു തെറ്റെന്തെന്നറിയാമോ? ഈ 1 കൊരിന്ത്യർ 14 അധ്യായം ഈ എന്താ പറയുന്നത്, ചിയാസം എന്ന് പറഞ്ഞൊരു ഒരു വ്യാഖ്യാന രീതിയുണ്ട്. ചിയാസം, അത് നിങ്ങള് CHIASM, ചിയാസം. അത് നമ്മള് ഈ വേദപുസ്തക വ്യാഖ്യാനത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് പഠിക്കേണ്ടതാണ്. വേദപുസ്തകം എല്ലായിടത്തും എല്ലാം ഒരുപോലല്ല നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തില് ഈ എഴുത്തുകാര് പുലർത്തുന്ന ഒരു ശൈലിയുണ്ട്. എഴുത്തുകാര് പുലർത്തുന്ന ഒരു ശൈലി, ആ ശൈലി മനസ്സിലാക്കി വേണം നമ്മൾ വേദപുസ്തക ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാൻ. അപ്പൊ ഈ 14 ഗ്രീക്കില് വളരെ പ്രധാനപ്പെട്ട ഒരു 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 അലങ്കാരം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഭാഷാലങ്കാരങ്ങളില്ലേ, ഉപമ, ഉൽപ്രേക്ഷ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി അലങ്കാരങ്ങളില്ലേ അല്ലേ, ഈ എന്ന് പറഞ്ഞ് രൂപകം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അലങ്കാരങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയ്ക്കും സാഹിത്യത്തിനും സ്വന്തമായ അലങ്കാരങ്ങളുണ്ട്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതൊക്കെ ഈ വേദപുസ്തകം പഠിക്കാതെ നമ്മൾ വീട്ടിൽ ഇരുന്ന് വെറുതെ വായിച്ചിട്ട് ഇതൊക്കെ അങ്ങ് തള്ളുക. സത്യത്തില് ഇപ്പൊ നടക്കുന്ന മുഴുവൻ തള്ളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വേദപുസ്തകത്തെ കുറിച്ച്, അതിന്റെ ആധികാരികതയെക്കുറിച്ചും അതിന്റെ വ്യാഖ്യാന രീതികളെ കുറിച്ചും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷയിൽ എഴുത്തിലും കവിതയിലും ഒക്കെ വന്നിരിക്കുന്ന, ഗ്രീക്ക് ഭാഷ മാത്രമല്ല കേട്ടോ, ഇത് ഹീബ്രുവിലും ഉണ്ട്, എബ്രായ ഭാഷയിലും ഉണ്ട്. എന്നാൽ മലയാളത്തിൽ അത് അത്രത്തോളം വ്യക്തമല്ല, എന്നാ ഉണ്ട് താനും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിയാസോന്നോ കിയാസോന്നോ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, കാരണം CH ആണ്. അപ്പോ ചിയാസോ എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ചിയാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഈ ഗുണനചിഹ്നമില്ലേ, നമ്മൾ എക്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ഇരിക്കുന്ന പദം ഒരു രീതിയില്ലേ, എക്സ്. ഇതുപോലെ എന്നാന്നറിയാമോ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കറിയാം, എക്സ് 2 ഐകൾ ഇങ്ങനെ ചരിച്ചിട്ടിരിക്കുന്ന അല്ലേ, 2 ബാറുകൾ ഇങ്ങനെ ഒരു വശത്തെ അതിനെ ക്രോസ് ചെയ്ത് മറുവശം. ഇത് തന്നെയാണ് ഈ ചിയാസോ എന്ന് പറഞ്ഞ വ്യാഖ്യാന രീതി. ഇത് പ്രത്യേകിച്ച് പഠിച്ചോണം കേട്ടോ. നിങ്ങൾ പഴയ നിയമം നിങ്ങൾ പഠിക്കുമ്പോഴും, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോഴും ഇത് നിങ്ങൾക്ക് വളരെ സഹായകരമാണ്. ഇതൊക്കെ ചിലപ്പോൾ പലരും പറഞ്ഞു തന്നില്ലെന്ന് വരും. ചിയാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, 2 കാര്യങ്ങൾ 2 സ്ഥലത്ത് നിന്ന് പറഞ്ഞു തുടങ്ങുക എന്ന് പറഞ്ഞാൽ, എക്സിന്റെ 2 ഹെഡില്ലേ, എക്സ് എന്ന് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് 2 ഐ അല്ലേ, അപ്പൊ അതിന്റെ 2 ഹെഡില്ലേ, അത് പറഞ്ഞ് ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, എക്സിന് കൂട്ടിമുട്ടുന്ന ഭാഗമില്ലേ എന്ന് പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് നടുവിൽ വരുമ്പോഴത്തേക്ക് അത് കൂട്ടിമുട്ടിയിട്ട് വീണ്ടും അത് 2 ഭാഗത്തേക്ക് തിരിഞ്ഞു പോകും. ഈ ശൈലി നിങ്ങൾ പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളും പിന്നെ നമ്മുടെ പഴയ നിയമത്തിലെ സംഗീത പുസ്തകങ്ങൾ, ഇയ്യോബിന്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, ഉത്തമഗീതം, ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് കാവ്യഗ്രന്ഥങ്ങൾ കൂടെയാണല്ലോ, അവിടെയാണ് സത്യത്തിൽ നമ്മൾ അലങ്കാരങ്ങൾ പഠിക്കേണ്ടത്. അത് മലയാളത്തിന്റെ അലങ്കാരങ്ങൾ പോലും നമുക്കിപ്പോ അറിഞ്ഞുകൂടാ അല്ലെ. മലയാള ഭാഷയുടെ അലങ്കാരങ്ങൾ, വൃത്തവും അലങ്കാരവും ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും മലയാളികൾക്ക് വലിയ ബോധ്യമില്ല. മലയാളത്തിന്റെ അലങ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും ഭാഷാലങ്കാരങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത് എബ്രായ ഭാഷയുടെയും ഗ്രീക്ക് ഭാഷയുടെയും ഒരു വ്യാഖ്യാന രീതിയാണ്, അല്ലെങ്കിൽ ഒരു അലങ്കാരമാണ് ചിയാസം എന്ന് പറയുന്നത്. ചിയാസുണ്ട് വന്നുകൂടിയിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഉദാഹരണം, ഞാൻ പരസ്യമായിട്ട് ആത്മാവിൽ അങ്ങ് പ്രാർത്ഥിച്ചെന്ന് വെച്ചു, അന്യഭാഷയിലാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ ആമേൻ പറയും? പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ആമേൻ പറയുന്നത്? ആമേൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നതാ? ആമേൻ
അങ്ങനെ തന്നെ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെ ആയിരിക്കട്ടെ. അപ്പൊ ദൈവത്തോട് നമ്മൾ പറയുകയാണ്, ഇദ്ദേഹം പ്രാർത്ഥിച്ചത് എല്ലാം അങ്ങനെ തന്നെ ആകട്ടെ. അതാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സഭയിൽ ഒരുമിച്ചിരുന്ന് ആമേൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധിയായിട്ട് ഒരാൾ, സഭയുടെ പ്രതിനിധിയായി, ആരാധനയ്ക്കാണെങ്കിൽ 2 3 പേർക്ക് പ്രാർത്ഥിക്കാൻ അവസരമുള്ളൂ. നമ്മുടെയൊക്കെ സഭകളിൽ അങ്ങനെയാണല്ലോ, അല്ലേ? ആത്മാവ് പ്രേരിപ്പിക്കുന്ന 2 3 പേര് പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നും സ്ഥിരം പ്രാർത്ഥിക്കുന്ന 3 പേരെ ഉള്ളെന്നുള്ളത് വേറെ കാര്യം. അപ്പോ അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ കേട്ടിരിക്കുന്നവർ എന്ത് പറയുന്നു? ആമേൻ, ആമേൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥന എന്റതും കൂടെയാണ്. അങ്ങനെ തന്നെ കർത്താവേ, അത് തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ചത്. അത് നമ്മുടെ ഐക്യത്തെ കാണിക്കുകയാണ് കേട്ടോ, ഐക്യത്തെ. അപ്പൊ 2 3 പേർ, അല്ലെ? നിങ്ങൾ 2 പേർ ഐകമത്യപ്പെട്ടാൽ എന്നും ലഭിക്കും എന്നല്ലേ കർത്താവ് പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയിൽ. അപ്പൊ ആ ഐകമത്യത്തെ കാണിക്കുന്ന പദമാണ് ആമേൻ. അത് എന്നോട് കൂടെ ഞാൻ പ്രാർത്ഥിച്ചതിന് ആമേൻ പറയണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടത് മനസ്സിലായവർക്കല്ലേ പ്രാർത്ഥിക്കാൻ ആമേൻ പറയാനൊക്കെയുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നോ പദം എന്താണെന്നോ മനസ്സിലാകാത്തവൻ, ഞാൻ എന്തൊക്കെയാ പ്രാർത്ഥിച്ചു പിടിപ്പിച്ചെന്ന് മനസ്സിലാകാത്തവൻ എങ്ങനെ ആമേൻ പറയും? എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കൊന്നും നമുക്ക് ആമേൻ പറയാൻ പറ്റും. ഞാൻ ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാറില്ല. എന്റെ കാര്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ പ്രാർത്ഥന. പ്രാർത്ഥിക്കേണ്ട രീതിയല്ല, പ്രാർത്ഥിക്കുന്നതിന്റെ വ്യവസ്ഥയല്ല, പ്രാർത്ഥിക്കേണ്ട രീതിയല്ല. അതാ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങള് വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് ഒന്നും ലഭിക്കാതെ പോകുന്നു എന്ന്, അല്ലേ? നിങ്ങൾ വല്ലാതെ, അതുകൊണ്ട് പല പ്രാർത്ഥനയ്ക്കും നമുക്ക് മറുപടി കിട്ടാതെ പോകുന്നതിന്റെ ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട്, മറുപടി ഇല്ലാത്ത പ്രാർത്ഥനകൾക്ക് പല കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങള് വല്ലാതെ യാചിക്കുന്നു എന്നുള്ളതാണ്. വല്ലാതെ യാചിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാം. ആസ് യു ആസ്ക് എമിസ്, എമിസ് എന്നൊരു പദമാണ് ഇംഗ്ലീഷിലോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വ്യവസ്ഥയില്ലാതെ, ക്രമരഹിതമായി എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് അവിടെ കിടക്കുന്ന പദത്തിന്, മൂലപദത്തിന് കേട്ടോ. ക്രമരഹിതമായി, വ്യവസ്ഥരഹിതമായി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ക്രമമുണ്ട്. ആ വ്യവസ്ഥ വിട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാ നമ്മൾ ആമേൻ പറയുന്നത്? പിന്നെ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാപം ചെയ്തേച്ച് നിൽക്കുന്ന ഒരുത്തൻ പ്രാർത്ഥിക്കുമ്പോ അതിനാമേൻ പറയണോ? അതിനാമേൻ പറയണോ? ഞാൻ നീ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനാണെങ്കിൽ അതിനൊന്നും കയറി ആമേൻ പറയാൻ നിൽക്കണ്ട കേട്ടോ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് മാത്രം നീ ആമേൻ പറഞ്ഞാൽ മതി. ഇനി ഒരാൾ അന്യഭാഷയിലാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് തിരിഞ്ഞില്ല, എനിക്കത് മനസ്സിലായില്ല, അപ്പൊ ഞാൻ എങ്ങനെയാ പിന്നെ ആമേൻ പറയുന്നേ? എനിക്ക് ആമേൻ പറയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പൊതുവിടങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം, വളരെ സഭ്യമായി. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ സഭയിൽ പ്രാർത്ഥിക്കുന്നു, 2 3 പേര് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്ക്, അല്ലേ? അത് ഇന്ന് പിന്നെ നമ്മുടെ ദൈവദാസന്മാരും മിടുക്കന്മാരാ. ആരാധന പ്രാരംഭമായി 2 3 പേർ ചുരുക്കമായി പ്രാർത്ഥിക്കണമെന്ന് എടുത്തു പറയും. ഇല്ലെങ്കിൽ അറിയാം, ഞങ്ങൾക്ക് പാസ്റ്റർമാർക്കും അറിയാം, 119 സങ്കീർത്തനം പോലെ നീട്ടിക്കെട്ടി ചിലർ പ്രാർത്ഥിച്ചു കളയും. വെല്ലുവിളി അടിക്കേണ്ടി വരും. 2 അടി അടിച്ചാണ് പല പ്രാർത്ഥനയും ഞങ്ങൾ ചവിട്ടി നിർത്തുന്നത്. ഒരു തരത്തിലാണ് ചിലതിനെയൊക്കെ ഒതുക്കുന്നത്. ബുദ്ധിയില്ല, പ്രാർത്ഥനയ്ക്ക് ബുദ്ധിയില്ല. അപ്പൊ ബുദ്ധി, ആരാധനയ്ക്കും ബുദ്ധി വേണം. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് റോമർ 12:1 നമ്മൾ വായിക്കുന്നത്. അപ്പം ബുദ്ധി വേണം. ആരാധനയിലും പ്രാർത്ഥനയിലും ബുദ്ധി ചെലുത്തേണ്ടടത്ത് ചെലുത്തണം. പ്രാർത്ഥിക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കും. 2, ഈ പൊതു പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ. ഉദാഹരണം കൺവെൻഷന്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു മരണം നടന്നു, ഇല്ല ഒരു കല്യാണത്തിന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ആ അന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. കൺവെൻഷൻ പൊതുവിടവാ, അല്ലേ? വിശ്വാസികൾ മാത്രമല്ലോ കൂടുന്നത്, നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ കൂടുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കുമ്പോഴും എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നെന്ന് സഭ്യമായ ഭാഷയിൽ ആ അന്തരീക്ഷത്തിന്റെ ടോൺ മനസ്സിലാക്കി, ഏത് സാഹചര്യമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്നാലും ഞാനൊരു കൺവെൻഷൻ ഇങ്ങനെ നിന്നപ്പോ
വഴിയെ പോയപ്പം കേട്ടത്, ഞാനിങ്ങനെ അവിടെ നിൽക്കുക. അപ്പം എന്റെ ഒരു സുഹൃത്തുണ്ട് കൂടെ, അവൻ വിശ്വാസിയാണ്, പെന്തിക്കോസ്തുകാരനല്ല. വിശ്വാസി എന്ന് പറയുമ്പോൾ പെന്തിക്കോസ്തുകാരനല്ല. ഈ ഒരു കൺവെൻഷൻ ഒരാൾ പ്രാർത്ഥിക്കുക, ഈ പുള്ളി കർത്താവെ നീ 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 എന്നൊക്കെ കർത്താവിനെ എത്ര വട്ടം അങ്ങോട്ട് പൊതുസ്ഥലത്ത് നിന്ന് എന്റെ കൂടെ നിന്ന് കൂട്ടുകാരൻ ചോദിച്ചു, കർത്താവിനെ ഇയാൾ മടിയിലിട്ട് വളർത്തുകയാണോ? സത്യം പറഞ്ഞ ഈ പൊതുവിടങ്ങളിലൊക്കെ കൂടുമ്പോഴത്തേക്ക് ഞാൻ ഒരു ബുദ്ധിപദേശം കൂടെ പറയുകയാണ്. നമ്മൾ ഈ നീ എന്നുള്ള പ്രയോഗം ഇല്ലേ, നിങ്ങളത് നിർത്തണം. ദൈവത്തെ അങ്ങനെ വിളിക്കരുത്. അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. കാരണം ഈ എബ്രായ ഭാഷയിലാണെങ്കിലും ഗ്രീക്ക് ഭാഷയിലാണെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന ആ ഇംഗ്ലീഷിലാണെങ്കിലും യു എന്ന പദത്തിന് ബഹുമാനവും ഉണ്ട്. നമുക്ക് ബഹുമാന പുരസ്സരവും ഒരാളെ നീ എന്ന് വിളിക്കാം. തിരുവനന്തപുരംകാർക്ക് അറിയാമല്ലോ അല്ലെ? തിരുവനന്തപുരം ഉള്ളവരോട് ചോദിക്കുക, അമ്മ നീ എന്നെടുക്കുക എന്ന് ചോദിക്കാല്ലേ അവിടെ? പിന്നെ ഞാൻ അവിടെ വർഷങ്ങൾ കഴിഞ്ഞതാണേ അല്ലേ, അമ്മ നീ എന്നെടുക്കുക എന്ന് ചോദിക്കാം അവിടെ. പക്ഷെ ഇവിടെ കോട്ടയത്ത് വന്ന് അങ്ങനെ ചോദിച്ചാൽ ഒന്നേ ചോദിക്കേണ്ടി വരും. പിറ്റേന്ന് കവളത്ത് വിരൽ 5 ആശുപത്രി പോകേണ്ടി വരും. ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പറ്റുകയില്ല. അപ്പൊ നീ എന്നുള്ള പദം ഇംഗ്ലീഷിലും സഭ്യമാണ്, ഗ്രീക്കിലും സഭ്യമാണ്, എബ്രായ ഭാഷയിലും സഭ്യമാണ്. ഒറ്റ പദമേ ഉള്ളൂ, നീ, അല്ലേ? പക്ഷെ മലയാളത്തിൽ നമുക്ക് എല്ലാവരെയും നീ എന്ന് വിളിക്കാൻ പറ്റുകയില്ല. നമ്മുടെ പ്രായത്തിലും സ്ഥാനത്തിലും കുറവുള്ളവരെ മാത്രമേ നമുക്ക് നീ എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റൂ, അല്ലേ? അതാ മലയാളത്തിന്റെ ഒരു സവിശേഷത. ഇത് മലയാളത്തിന് മാത്രമുള്ള, മലയാളത്തിലും ഹിന്ദിക്കും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഭാരതീയ ഭാഷകളിൽ പലയിടത്തും ഈ ഒരു വിവേചനമുണ്ട്, അല്ലേ? നിങ്ങൾക്കറിയാം, തു അല്ലെങ്കിൽ തും എന്ന് പറയുമ്പോൾ ഹിന്ദി പറയുമ്പോഴത്തേക്ക് നമ്മള് ബഹുമാനോട് ഉപയോഗിക്കുന്നത് ആപ്പ്, അല്ലേ? ആപ്പ് കീജിയെ. അപ്പൊ ആപ്പ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സത്യത്തില് നമ്മളിവിടെ നമ്മുടെ അപ്പനെയോ അമ്മയോ നമ്മുടെ ചേട്ടനെയോ ചേച്ചിയോ നമ്മുടെ പാസ്റ്ററെയോ മന്ത്രിമാരെയോ ഒന്നും നമ്മള് നീ എന്ന് പറയുകയല്ല. നിങ്ങളുടെ അധ്യാപകരെ നീ എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ലെ? നീ എന്നെ താമസം അധ്യാപകനോട് ചോദിക്കാൻ പറ്റുമോ? അത് ചോദിച്ചാൽ ഒന്നേ ചോദിക്കൂ, പിറ്റേന്ന് അവിടെ പിന്നെ പഠിക്കേണ്ടി വരികയില്ല എന്നുള്ളത് TC തന്ന് പ്രധാനപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു വിവേചനമുണ്ട്. പക്ഷേ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയാമോ? ഈ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഇംഗ്ലണ്ടിൽ നിന്നും മിഷണറി പ്രവർത്തനത്തിന് കേരളത്തിൽ വന്നു ചേർന്ന ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലിയാണ് തുടക്കം കുറിച്ചത്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അഭിമാനമാണ്. അദ്ദേഹം കോട്ടയംകാരനാണ്. അദ്ദേഹം പ്രവർത്തിച്ച ആ സ്ഥലമാണെന്ന് CMS കോളേജ് എന്ന് പറയുന്നത്. ഞാൻ അവിടുത്തെ പ്രോഡക്റ്റ് ആണ്. CMS കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോ അവിടെ ഈ ബെഞ്ചമിൻ ബെയ്ലിയാണ് സത്യത്തിൽ വേദപുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അദ്ദേഹത്തിന് അത് മുഴുമിക്കാൻ പറ്റിയില്ല, പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പം അദ്ദേഹം അതിനു മുമ്പ് അത് മരണപ്പെട്ടു. കുറച്ച് പുസ്തകങ്ങൾ എഴുതി തർജ്ജമ ചെയ്തപ്പോഴത്തേക്ക് മരണപ്പെട്ടു. അതിനുശേഷം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് എന്നൊരാൾ, മറ്റൊരു മിഷണറി, കൽക്കട്ടയിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നയാള് ഇവിടെ വന്നിട്ട് അദ്ദേഹം ബെഞ്ചമിൻ ബെയ്ലി എഴുതി വന്ന അതിന്റെ തർജ്ജമയുടെ ബാക്കി അദ്ദേഹം ചെയ്തു. അപ്പൊ അവർ രണ്ടും കൂടെയാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക്, വേദപുസ്തകം, നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം, നിങ്ങൾ ആ വാക്യം വായിച്ചില്ലേ? അതിന്റെ കാര്യം പറയുന്നേ. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലിയും ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ഇവര് രണ്ടുപേരും ഇംഗ്ലീഷുകാരാണ്. അതുകൊണ്ട് ഇവര് അല്പം ഗ്രീക്കും ഹീബ്രുവും ഒക്കെ അവർക്ക് വശമുണ്ടായിരുന്നെങ്കിലും അവർ പ്രധാനമായിട്ട് തർജ്ജമയ്ക്ക് അവലംബിച്ചത് ഇംഗ്ലീഷ് ബൈബിളായിരുന്നു. പ്രത്യേകിച്ചും കിങ് ജെയിംസ് വേർഷൻ ആയിരുന്നു. അത് അവർ ഇംഗ്ലീഷുകാരായതുകൊണ്ടും അവർ ഉപജീവിച്ച ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ടും അവിടെ ഇംഗ്ലീഷിൽ യു എന്നുള്ളതിന് ഒരർത്ഥമേ ഉള്ളൂ, നീ. എന്നാൽ മലയാളികളുടെ രീതി അനുസരിച്ച് പ്രായമുള്ളവരെയോ മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ ഒന്നും നാം നീ എന്ന് വിളിക്കില്ല, അങ്ങ് എന്നെ വിളിക്കൂ എന്നത് അവർക്ക് അത്ര പൊരുള് തിരിഞ്ഞില്ല. അതുകൊണ്ട് അവർക്കൊരബദ്ധം പറ്റി. യു 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 ഇംഗ്ലീഷിൽ കണ്ടിടത്തെല്ലാം അവര് നീ 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 എന്ന് എഴുതി വെച്ചു.
നമ്മളും ഈ ബൈബിള് പിന്തുടർന്നത് കാരണം പറ്റിയത് എന്താണെന്നറിയാമോ? നമ്മളും ദൈവത്തെ കയറി മര്യാദ കേട്ട് നീന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് വല്ലാത്തൊരു വൈതരണിയാ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തോലിക്ക ബൈബിള് ഇഷ്ടപ്പെടുന്നതിന്റെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കത്തോലിക്ക ബൈബിള് POC ബൈബിള് നിങ്ങളുടെ കയ്യിലില്ലേ? ഇവിടെ ആരോ വായിച്ചു തന്നായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതില് POC ബൈബിൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ POC ബൈബിളില് നീ എന്ന് എവിടെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അവിടുന്ന്, അങ്ങ്, അവിടുത്തോട്, അങ്ങയുടെ, അങ്ങനെ അത് തർജ്ജമ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കതുകൊണ്ടാണ് ഈ കത്തോലിക്ക ബൈബിൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ICPF-ന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ചെയ്തിരുന്നു, ഒരു പുസ്തകം എഴുതിയിരുന്നു. എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അതിനിടെ കിട്ടാൻ വളരെ വിരളമാണ്. കാരണം ICPF-കാർ വിതരണം ബുക്ക് സ്റ്റാളുകളിലൊന്നും കിട്ടുകയില്ല. വർഷങ്ങൾക്ക് മുമ്പാകട്ടോ, എനിക്ക് തോന്നുന്നു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഈ കോളേജ് കുട്ടികളുടെ ഇടയിൽ ചെന്ന് നിങ്ങൾക്കറിയാം, അവിടെ ബുദ്ധിയുള്ളവരാണ്, വിശ്വാസികളല്ലാത്ത കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നവരും സമുദായക്കാരും ഒക്കെയാണ്. അവിടെ ചെന്ന് നമ്മൾ നീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അവർക്കത് വലിയ അത് അശ്ലീലം പോലെയാണ് അവർ കേൾക്കുന്നത്, അപമര്യാദയാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് എഴുതിയ പുസ്തകങ്ങളിലെല്ലാം കത്തോലിക്ക ബൈബിളിൽ നിന്നാണ് പ്രത്യേകിച്ച് കോട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകത സാറേ അവരുടെ പുസ്തകത്തില് എന്താ സാറേ എങ്ങനെ കൂടുതൽ വന്ന ഇത് പുസ്തകങ്ങള്? അതല്ലേ ഞാൻ പറഞ്ഞ കത്തോലിക്ക ബൈബിളിനെ കുറിച്ച് ചില വാക്യങ്ങൾ നമ്മൾ എടുക്കുന്നതല്ലാതെ ഞാൻ കത്തോലിക്ക ബൈബിളിന്റെ വക്താവോ അത് അംഗീകരിക്കുന്നവനോ അല്ല. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കത്തോലിക്ക ബൈബിൾ അപ്പോക്രിഫയും കൂടെ അവർ ഉള്ളടക്കിയിട്ടുണ്ട്. മാത്രമല്ല ചില ഭാഗങ്ങളിൽ ചില കടുത്ത ഉപദേശ പെശകുകളും ഉണ്ട്. ഞാനതുകൊണ്ട് അതിന്റെ ഭാഷ, ചില വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കത്തോലിക്ക ബൈബിൾ ഒന്ന് നോക്കിക്കൊള്ളണമേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിന്റെ വക്താവല്ല, അതിന്റെ പ്രതിനിധിയല്ല. ഞാൻ കത്തോലിക്ക ബൈബിൾ അംഗീകരിക്കുന്നുമില്ല. ചില വാക്യങ്ങൾ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയെ ഒരു ആധുനിക ഭാഷ തർജ്ജമ പരിഭാഷ എന്ന് പറഞ്ഞൊരു പുതിയ ബൈബിൾ ഇറക്കിയിട്ടുണ്ട്. ആ ബൈബിള് ഞാൻ 2 കോപ്പി വാങ്ങിച്ചിരുന്നു. സത്യത്തില് ഞാൻ ഈ വീട് മാറിയ സമയത്തെ ഈ പല വീട് മാറ്റം ഞങ്ങൾക്ക് ഉപദേശിമാർക്ക് അധികം ഒരിടത്ത് താമസിക്കാൻ പറ്റിയല്ലോ. ഞാൻ വീട് മാറി ഞാനിപ്പോ 17-ാമത്തോ 18-ാമത്തോ വീട്ടിലായി താമസിക്കുന്നു. സുവിശേഷ വിലക്ക് ഇറങ്ങിയതിനു ശേഷമേ ഇപ്പൊ 18-ാമത്തായി. ഇതുവരെയും സ്വന്തം വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വീട് മാറിയ സമയത്ത് ഇതെല്ലാം കൂടെ പല കെട്ടുകളിലായി. ഞാനിവിടെ ഇപ്പൊ താമസിക്കുന്നിടത്തും എല്ലാ കെട്ടുകളും അഴിച്ചിട്ടില്ല. എല്ലായിടത്തും എല്ലാ പുസ്തകവും ഞാൻ കണ്ടിട്ടില്ല. ഇതിന് അകത്ത് എവിടെയോ ഉണ്ട്, 2 പുസ്തകമുണ്ട്, എവിടെയോ ഉണ്ട്. അതായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. അതിനകത്ത് അങ്ങ്, അവിടുന്ന്, അവിടുത്തോട്, അവിടത്തേക്ക് തുടങ്ങിയ പരാമർശങ്ങളാണ് അതിനകത്തും ഉള്ളത്. അത് നിങ്ങൾ ആ ബൈബിള് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചോണം. ഞാൻ അത് കാണാറായപ്പോഴത്തേക്ക് ഞാൻ ഇരിപ്പായി പോയല്ലോ. അപ്പോ എന്റെ വൈഫിനെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നു ആ പുസ്തകത്തിന് വേണ്ടി. അത് കാണുന്നില്ലെങ്കിൽ വേണ്ട, എപ്പോഴെല്ലാം നമുക്ക് കണ്ടു കിട്ടട്ടെ. ബൈബിളല്ലേ, 2 ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരെണ്ണം പുതിയത് വായിക്കാൻ പറഞ്ഞ് വിട്ടപ്പോൾ അത് തീർന്നുപോയി. ആ സാധനം ഇല്ലാതായിപ്പോയി. ഇപ്പൊ ഇറങ്ങുന്നില്ല. അത് ഇറങ്ങിയിരുന്നു, അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. എന്റെ 1-2 കോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ആ ബൈബിളിലൊക്കെ ആ തിരുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പെന്തിക്കോസ്തുകാർ എന്ത് ചെയ്തു? നമ്മൾ ഈ പഴയ വെയിലി തർജ്ജമ ചെയ്ത് ഈ പുസ്തകം വെച്ച് പഠിച്ചു പോയത് കാരണം നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അപമര്യാദയായി ദൈവത്തെ നീ 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 എന്നാണ് സംബോധന ചെയ്യുന്നത്. നിന്നോട്, നിനക്ക്, കർത്താവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നിന്നോട് ഞങ്ങൾ അരുളി എന്നാൽ ഇത് പാട്ടിലും അങ്ങനെ തന്നെ ഈ നിന്നോട് നീ നീ എന്തൊരു അരോചകത്വമാണെന്നറിയാമോ? ഞാൻ എൻ്റെ ആ ഭാഷ മാറ്റി. കാരണം പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ മാത്രമല്ല ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഈ പല ക്ലാസ്സുകളൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിലും യൂത്തിന്റെ ഇടയിലും ഒക്കെ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ പൊതു ഇടങ്ങളിലൊക്കെ പലയിടത്തും പോകാറുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷന് നിരന്തരം സൂക്ഷിക്കേണ്ടി വരുന്നത് കൊണ്ടൊക്കെ ഞാൻ എൻ്റെ ഭാഷ മാറ്റി. എൻ്റെ ഭാഷകളിലും ആവോളം ഞാൻ കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അവിടുത്തേക്ക് കഴിയുമല്ലോ, അവിടുത്തോട് ഞങ്ങൾ പറയുന്നു എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ചിലപ്പോ പെട്ടുപിഴച്ച് അറിയാതെ പണ്ട് പഠിച്ചു വെച്ച് നിൽക്കുന്നത് ഇതല്ലേ, നമ്മൾ കേട്ടു വളർന്നതല്ലേ. അറിയാതെ ചിലപ്പോ നീ കയറി വന്നെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ എന്റെ ഭാഷയിൽ അത് വരില്ല. അതുപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകങ്ങളിലും, നിങ്ങൾ ഏതെങ്കിലും എന്റെ പുസ്തകം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം,
ഒരു പുസ്തകങ്ങളിലും ദൈവത്തെ നീയെന്നോ നിന്നോടെന്നോ നിന്റെന്നോ അഭിസംബോധന ചെയ്ത് എന്റെ ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല. എല്ലാ പുസ്തകങ്ങളിലും അവിടുന്ന്, അവിടുത്തോട്, അവിടേക്ക്, അവിടുത്തെ. ഞാനത് പറഞ്ഞു വന്ന എന്താണെന്ന് അറിയാമോ? ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പാടും. ഇനിയെങ്കിലും പൊതുവിടങ്ങളിൽ പോയി പരസ്യമായി എന്ന് പറഞ്ഞ്, പൊതുവിടങ്ങൾ എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തുകാർ ഒഴികെ ബാക്കി പലരും കൂടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയറിപ്പാർക്ക വീട്ടില് സ്വാമി ഇങ്ങനെ നമ്മൾ വരുന്നു, നമ്മുടെ ബന്ധുക്കളൊക്കെ വരും, എല്ലാവരും വിശ്വാസികളായിക്കൊള്ള നമ്മുടെ സമുദായത്തിൽ, നമ്മൾ ഇന്ന സമുദായത്തിൽ നിന്നൊക്കെ ആളുകൾ വരുമല്ലോ. അപ്പൊ അവര് വരും. കല്യാണ സ്ഥലം പലരും കൂടുന്ന സ്ഥലമാണ് അല്ലെ. മരണവീട്, കൺവെൻഷൻ, പരസ്യയോഗങ്ങൾ, ഇങ്ങനെ പരസ്യ ഇടങ്ങളിലെങ്കിലും നീ പ്രയോഗം മാറ്റി നിങ്ങൾ കഴിയുന്നിടത്തോളം സഭ്യമായി പ്രാർത്ഥിക്കാനും പാടാനും ശ്രമിക്കണം. ഈ പാട്ടിലൊക്കെ നീ പ്രയോഗങ്ങളുള്ളത് കഴിയുന്നിടത്തോളം ഒഴിവാക്കുക. ഇതൊക്കെ കൊണ്ട് പരസ്യമായിട്ട് എടുത്തിട്ട് അലക്കരുത് കേട്ടോ. ഇത് പരസ്യമായിട്ട് കൊണ്ടിട്ട് പാടരുത്. ചിലരങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കേട്ടാൽ കർത്താവിനെ വഴക്ക് പറയാൻ തോന്നും. നമ്മുടെ ഈ ഭാഷയൊക്കെ ഒന്ന് ക്രമീകരിക്കും. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മരണം, ഞങ്ങളുടെ അടുത്തൊരു സഭയിൽ ഒരു മരണം നടന്നു. ആ മരണം നടന്നപ്പോഴത്തേക്ക് എനിക്കന്ന് മറ്റൊരു മീറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് ഞാനിങ്ങനെ മീറ്റിങ്ങിന് പോകുന്നതുകൊണ്ട് ഞാൻ പോയി. പക്ഷെ എനിക്ക് ആ ഒഴിവാക്കാൻ പറ്റാത്തൊരു കുടുംബമായതുകൊണ്ട് ഞാൻ അല്പം നേരത്തെ മീറ്റിംഗ് അവരോട് ചോദിച്ച് നിർത്തിയിട്ട് ഞാൻ ഓടി വന്നു. ശവം എടുക്കുന്നതിന് മുൻപ് തന്നെ ഓടി അവിടെ എത്തി. ഞാൻ വന്നപ്പോ ഞങ്ങളുടെ സെന്ററിന്റെ മിനിസ്റ്റർ അവസാനത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കയറി വന്നതിന്റെ കൂടെ തന്നെ മർത്തോമ സഭയിലെ ഒരു അച്ഛനും കൂടെ കയറി വന്നു കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾ രണ്ടുമുണ്ട്. അപ്പൊ അതിന്റെ സംഘാടകരെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ. അപ്പൊ പിന്നെ ഇനി ഞങ്ങള് അവസാനത്തെ ശുശ്രൂഷ കഴിഞ്ഞല്ലേ വന്നത്. അപ്പൊ പിന്നെ ഒരു മിനിറ്റ് തരാനും പറ്റുകയല്ലോ അല്ലേ. നമുക്ക് അവിടെ ഒരു ധാരണ പറയാൻ പോലും ഒരു അവസരം ഇല്ലല്ലോ. സെൻട്രൽ പാസ്റ്റർ അവസാനം ശുശ്രൂഷിച്ച് സമയം എടുക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ സെൻട്രൽ പാസ്റ്റർ തന്നെ അദ്ദേഹം വളരെ ബുദ്ധിയോടെ പറഞ്ഞു, കർത്താവിന്റെ ഇന്നയാള് ഇവിടെ അടുത്ത മർത്തോമ സഭയില് പട്ടക്കാരൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നയാളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം അച്ഛൻ പ്രാർത്ഥിക്കും, അതിനുശേഷം അവസാനമായിട്ട് ജോയ്സി മാത്യൂസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നു. ഞാൻ ആദ്യം അച്ഛനാ പ്രാർത്ഥിച്ചത്. സത്യം പറയാം, ആ മരണ വീട്ടിൽ അച്ഛന്റെ ആ പ്രാർത്ഥനയുടെ ആ വാക്കുകളും അച്ഛന്റെ ആ സ്വരത്തിന്റെ കൺട്രോളും ഒരു മരണ വീട്ടിലെ പ്രാർത്ഥനയും അതിന്റെ പുറകെ പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയം തോന്നി. കാരണം നമ്മൾ ഈ പെന്തിക്കോസ്ത് ജനിച്ച് വളർന്നുകൊണ്ടേ ആ പ്രാർത്ഥനയുടെ പുറകെ ഒരു സമുദായക്കാരന്റെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോയി. എന്റെ കാര്യം എന്നറിയോ, മരണ വീട്ടിൽ പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഈശോയെ വഴക്ക് പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കും. അന്യഭാഷയൊക്കെ പറഞ്ഞ് ശാസിച്ച് പാലിച്ച് ചവിട്ടി തൊഴിച്ചു. എന്നെ പ്രാർത്ഥനയെന്നറിയോ നമ്മുടെയൊക്കെ. ഇതൊക്കെ ബുദ്ധി ഇവിടെയൊക്കെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം കേട്ടോ. അതുകൊണ്ടാണ് പൗലോസി പറഞ്ഞത്, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കണം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ബുദ്ധി കൊണ്ട് പാടണം, ആത്മാവ് കൊണ്ടും പാടണം. അതുകൊണ്ട് ബുദ്ധി വ്യാപരിക്കേണ്ട മേഖലകളിൽ നാം ബുദ്ധി വളരെ പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോവുക കേട്ടോ. സമൂഹത്തിൽ നമ്മളെ മാറ്റി നിർത്തുക ആളുകൾ. ഏതോ ഒരു നികൃഷ്ട വിഭാഗം എന്നുള്ള നിലയിൽ പെന്തിക്കോസ്ത് വിഭാഗത്തെ മറ്റുള്ളവർ മാറ്റി നിർത്തുകയാണ്. അതിന്റെ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശുശ്രൂഷയിലും ജീവിതത്തിലാണെങ്കിലും പൊതുവിൽ എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്, പലരുടെ കുടുംബ യോഗങ്ങളിൽ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റു ഇതര പ്രസ്ഥാനക്കാർ നടത്തുന്ന ഇപ്പോ ഈ ഇന്റർഡിനോമിനേഷൻ സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ ഉള്ള സംഘടനകളുണ്ടല്ലോ, അവരുടെയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ ശുശ്രൂഷയ്ക്ക് വിളിക്കാറ്. അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ്. നിങ്ങളും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയെങ്കിലും കുറേശ്ശെ ഇന്ന് തുടങ്ങണം കേട്ടോ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോ ആ നീ പ്രയോഗം അങ്ങ് നിർത്തണം, നിന്നോടെന്നുള്ളത് നിർത്തണം. കർത്താവേ, അങ്ങയോട്, അങ്ങയുടെ, അങ്ങേക്ക് എന്നൊക്കെ മാത്രം ഉപയോഗിച്ച് പഠിക്കുക. എത്രയും പെട്ടെന്ന് നമ്മൾ മാറണം ഈ വിഷയത്തിൽ. ഞാനീ പറഞ്ഞു വന്നത് ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന, ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥന. ആത്മാവ് കൊണ്ട്, അതുകൊണ്ട് ഈ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയാമോ? നമ്മുടെ ഏകാംഗ പ്രാർത്ഥനകളിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ 14 വാക്യം തന്നെ ഒന്നുകൂടെ, 15 വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച്. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും,
ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? നീ നന്നായി സ്തോത്രം ചെയ്യുന്നു, സത്യം, മറ്റവന് ആത്മിക വർധനവ് വരുന്നില്ല താനും. എന്താ അതുകൊണ്ടാ പറഞ്ഞത്, ഈ പരസ്യ സ്ഥലങ്ങളിൽ മറ്റുള്ളവരും കൂടെ ഉള്ള സദസ്സുകളിലെ പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ്? ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാഷ, ഇനി ആ കാര്യം കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഈ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. കാരണം കുറേശ്ശൊക്കെ എഴുതുകയും കൂടി ചെയ്തുകൊണ്ടേ എനിക്ക് വളരെ നിർബന്ധമാണ് സംശുദ്ധമായ സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കണം. ഈ അടുക്കള ഭാഷയൊക്കെ നമ്മുടെ പ്രസംഗത്തിലും ക്ലാസ്സുകളിലും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഈ വാടാപോട ശൈലി ആദ്യം നമ്മുടെയൊക്കെ പ്രസംഗത്തിൽ നിന്ന് മാറ്റം. നമ്മുടെയൊക്കെ ദൈവദാസന്മാർ ഈ വാടാപോട ശൈലി, ഓടറ, കെട്ടട, എന്തൊരു ചന്തവാക്കുകളാണെന്നറിയാമോ? അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകട്ടെ, പോട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബുദ്ധി കൊണ്ട് വേണം നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും പൊതുവിൽ നമ്മൾ ചെയ്യുമ്പോൾ. എന്നാൽ വ്യക്തിപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആരാധന, സ്വകാര്യ ആരാധനകൾ, അതിൽ ചിലപ്പം അതുകൊണ്ട് വ്യക്തിപരമായി തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ സ്നേഹിതരുമായിട്ട് ഒരുമിച്ചിരുന്ന് സമയത്തിന്റെ ബന്ധനം ബലങ്ങളും ഒന്നും ഇല്ലാതെ, ഒരു യോഗത്തിന്റെ ആ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ നിങ്ങൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ആ പ്രാർത്ഥിക്കുന്ന അതും കൂടെ ഒന്ന് കാണിച്ചു ഞാൻ വരാവേ. റോമാലേഖനം ഒന്ന് എടുക്കാമോ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26 തുടങ്ങിയൊന്ന് വായിക്കാമോ? എട്ടിന്റെ 26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. മതി, ശ്രദ്ധിച്ചോ? നമ്മൾ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഒന്നാമതൊരു ചിന്ത എവിടെയാണ്? അത് പ്രസംഗമല്ല ഞാൻ പറയുന്നത്. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് ഈ ബലഹീനത എന്നൊക്കെയുള്ളൊരു പദം പാപത്തെ കുറിച്ചല്ല കേട്ടോ. പാപത്തിന് ദൈവം കൂട്ടു നിൽക്കുമൊന്നുമല്ല, തുണ നിൽക്കുമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ഈ ബലഹീനത എന്നുള്ള അർത്ഥം പദം എന്നറിയാമോ? അവിടെ സത്യത്തില് ബലമില്ലാത്ത അവസ്ഥ എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ കേട്ടോ. ബലഹീനത എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം ബലഹീനത കേട്ടോ. അപ്പോ നമ്മുടെ ബലമില്ലാത്ത അവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് ഭൗതികമാകാം, വ്യക്തിപരമാകാം, ശാരീരികമാകാം. ഇപ്പൊ നമ്മുടെ ബലഹീനതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് കുറവുകളൊക്കെ ഉണ്ടല്ലോ. പാപത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. വ്യക്തിപരമായി നമ്മുടെ വീക്ക്നെസ്സുകൾ, പല വീക്ക്നെസ്സുകൾ ഉള്ളവരാ നമ്മളൊക്കെ, അല്ലെ? നമ്മൾ എത്രയാണ് പറഞ്ഞാലും ബലഹീനമാണ്. കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, അല്ലെ? ആത്മാവും മനസ്സൊരുക്കമുള്ളതാണ്, പക്ഷെ ജഡമോ ബലഹീനം, അല്ലെ? പ്രാർത്ഥിക്കേണ്ട സമയത്ത് ശിഷ്യന്മാര് കുത്തിയിരുന്ന് ഉറങ്ങുന്നു. അത് കണ്ടപ്പോഴത്തേക്കാ കർത്താവ് പറഞ്ഞത്, എന്താ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥന, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചോണം എന്ന് പറഞ്ഞത് ആത്മാവ് ഒരുക്കമുള്ളത്, മനസ്സൊരുക്കമുള്ളതാണ്, പക്ഷെ ജഡം ബലഹീനം. നമ്മുടെ ശരീരമൊക്കെ ബലഹീനമാണ്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ പറയുന്നുണ്ട്. ഞാനും ശരീരത്തിൽ ബലഹീനത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുന്നു എന്ന് പറയുക, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്നെന്ന് നാം അറിയുന്നില്ലല്ലോ. പൗലോസ് പറയുകയാണെ, പൗലോസിനെ കൂടെ കൂട്ടിയാ പറയുന്നത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസിന് അറിഞ്ഞുകൂടെന്ന് കേട്ടോണേ. പ്രാർത്ഥിച്ച് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാ. അവിടെ ചെന്ന് മനുഷ്യർക്കാർക്കും ഉച്ചരിക്കാൻ കഴിയാത്ത സ്വർഗീയ ഭാഷ കേട്ടവനാ. ആ പൗലോസ് പറയുകയാണ്, വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എനിക്കും അറിഞ്ഞുകൂടെന്നാ പൗലോസ് പറയുന്നത്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിലേ, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണെന്നോ ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയാണെന്നോ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഇന്നത് കളഞ്ഞോണം കേട്ടോ. പൗലോസിന് പോലും വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്നാ പറഞ്ഞത്.
ഹൗ എ പ്രേയർ ഔട്ട് ടു ബി, എങ്ങനെയാണ് ഒരു പ്രാർത്ഥന ചെയ്യേണ്ടതെന്ന് പൗലോസിന് പോലും അറിയത്തില്ലെന്നാണ്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ, നമ്മൾ ആദ്യം സമ്മതിക്കണം, നമ്മുടെ കുറവാണ് നമ്മൾ അധികം സമ്മതിക്കണം. എനിക്കും വേണ്ടും. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ യോഹന്നാൻ അവന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, കർത്താവെ അങ്ങ് ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥന പഠിക്കേണ്ട വിഷയം ഒരു പാഠ്യ വിഷയമാണ്, അത് സിലബസിലുള്ളതാ കേട്ടോ. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് ചില ദൈവദാസന്മാരൊക്കെ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ആകപ്പാടെ പ്രസംഗിച്ച് പരുവപ്പെടുത്തി വെച്ചിരിക്കുക. ചിലർ പറയുന്നതിനറിയോ, 1 മണിക്കൂർ പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഞാനത് തിരുത്തി പറയാം കേട്ടോ. 1 മണിക്കൂർ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചിട്ട് 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥന പഠിക്കേണ്ടതാണ്. എങ്ങനെയാ? അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു. ഇപ്പൊ സത്യത്തിൽ നമുക്ക് പറഞ്ഞുകൂടാ പ്രാർത്ഥന എന്നാണ്. അതുകൊണ്ട് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നാ പറയുന്നത്, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പഠിച്ചു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പരിശുദ്ധാത്മാവിന് പ്രാർത്ഥന കൈമാറാൻ കഴിയും, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. ആത്മാവ് എന്ത് ചെയ്യാന്നറിയോ? ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ കൊണ്ട്, അത് അന്യഭാഷയാകാം, ആത്മാവിന്റെ ഞരക്കമാകാം, എന്തു ആകാം കേട്ടോ. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അന്യഭാഷാ ഭാഷണം അവിടെ ഉണ്ടാകുമല്ലോ, അതിന്റെ അടയാളമാണല്ലോ അത്. അപ്പൊ അന്യഭാഷാ ഭാഷണം ഉണ്ടാകും. ഞരക്കങ്ങൾ ഒരുപക്ഷെ അത് വാക്രൂപം പ്രാപിച്ചില്ലെന്ന് വരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സാഹിത്യരൂപവും പദഘടനയും ഒത്തുവന്നില്ലെന്ന് വരും. നമ്മൾ കേവലം ഞരങ്ങുകയായിരിക്കും, നമ്മുടെ പ്രാർത്ഥന കേവലം ഞരക്കമായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് പഠിക്കണം കേട്ടോ. എല്ലാം നമ്മൾ ഈ പ്രാർത്ഥിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന ആ റുട്ടീൻ എടുത്തിട്ട് പ്രാർത്ഥിക്കാതെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഏകാന്ത പ്രാർത്ഥനകളിൽ, നമ്മൾ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ എഴുന്നേറ്റ് ആത്മാവിന് പ്രാർത്ഥന വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുത്താൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങും. എന്താ പ്രാർത്ഥിക്കുന്നറിയാമോ? എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്ത് ചെയ്യാനറിയാമോ? നമ്മൾ ആത്മാവിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങും. നമുക്കറിയത്തില്ല, നമ്മുടെ ബുദ്ധിയിൽ അത് ഉദിച്ചില്ല. മനസ്സിലായോ? നമുക്കറിയാമല്ലോ, നിങ്ങൾ തന്നെ പ്രാർത്ഥന അനുഭവമുള്ളവർക്കറിയാം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു റൂട്ടീൻ ഉണ്ട് താനും. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന കാര്യങ്ങൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ, നമ്മളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ, നമ്മുടെ ബന്ധുമിത്രാദികള്, ചർച്ചക്കാര്, സ്നേഹിതര്, അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥന അങ്ങോട്ട് പോയി നമ്മുടെ പാസ്റ്റർമാര് അല്ലെ, നമ്മളെ ശുശ്രൂഷിച്ചവര് അല്ലെ, നമ്മൾ ശുശ്രൂഷിച്ച ഇടങ്ങള്, ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഇങ്ങനെ പോകും. നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങിയിരിക്കും. എന്നാൽ ആത്മാവിൽ നമ്മൾ പക്ഷപാതം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക്, ഇന്റർസീഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ? നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്നത് അന്യഭാഷയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥന ഏതോ ഭാരത്തിലായിരിക്കുന്ന, പ്രശ്നത്തിലായിരിക്കുന്ന ഏതോ ഒരു വിശുദ്ധന്റെ വിഷയം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. മനസ്സിലായോ? ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയിലൂടെയേ ദൈവം മറുപടി തരും. അല്ലാതെ ചിലപ്പം മറുപടി കിട്ടിയാൽ വരികയല്ല അല്ലേ. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ വിഷയത്തിനും സ്വാഭാവികമായിട്ട് ഇനി മറുപടി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലായോ? നാച്ചുറലായിട്ട് അതങ്ങ് വന്നോളും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഓരോ വിഷയം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ഫലകരമായി നിൽക്കുന്നത് കൊണ്ട് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സഭയ്ക്കും മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ബുദ്ധി പെട്ടെന്ന് വരുന്നത് അല്ലെ. ഞാനും പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്ര പേര് അവരെ കാക്കണം, അവരുടെ ജോലി കാര്യങ്ങൾ, അവർ പാർക്കുന്ന ഇടം, അവരുടെ വാഹനം അല്ലേ, അവരുടെ വരുമാന മാർഗം, അതിൽ നമ്മൾ
ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ സഹോദരങ്ങൾ കൂടെ അപ്പനും അമ്മയില്ല, അവരെല്ലാം പോയി, മാതാപിതാക്കളെല്ലാം പോയി. പിന്നെ ഉള്ളത് നമ്മുടെ കൂടെ പുറപ്പുകളൊക്കെ ഉണ്ട്, അവരും എല്ലാവരും ഒന്നുമില്ല, പലരും പോയി. അപ്പൊ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം വഹിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ബന്ധുക്കൾ, നമ്മുടെ മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, അല്ലെ, അങ്ങനെ വിപുലമാണ് നമ്മുടെ ബന്ധങ്ങൾ, എല്ലാം വഹിച്ച് പ്രാർത്ഥിക്കും. പിന്നെ നേരത്തെ ഇരുന്ന് ശുശ്രൂഷിച്ച സഭകളിലെ വിശ്വാസികളെ ഒക്കെ ഓർത്ത് ഓരോ വാക്കിലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ ബൈസ്കൂളിൽ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ഒക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ചിലര് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും. സ്നേഹിതരെ വഹിച്ച് പ്രാർത്ഥിക്കും. പിന്നെ നമ്മൾ കൂടി നിൽക്കുന്ന സഭ, സഭയുടെ പാസ്റ്റർ, സഭയുടെ ചുമതലപ്പെട്ടവരെ, അല്ലേ, അതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് ഇത്രയും പ്രാർത്ഥിക്കാൻ അറിയാവൂ. പിന്നെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കും. ലോകം മുഴുവനുള്ള ദൈവമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഒരു വിശുദ്ധൻ, ഒരു ദൈവഭക്തൻ എവിടെയോ പ്രയാസത്തിലാണ്, കഷ്ടത അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ അറിഞ്ഞില്ല, നമുക്കത് മനസ്സിലായില്ല, നമുക്കതിൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. മനസ്സിലായോ? പക്ഷെ ആത്മാവിൽ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ പോലും അറിയുന്നില്ല, നമ്മൾ അന്യഭാഷയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഏതോ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിശുദ്ധന്റെ വിഷയമാണ് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞില്ല. പല ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ആ വിശുദ്ധന്റെ വിഷയം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ അനിവാഴ്ച നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടോ, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നമ്മളെ എടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാനാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനകളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ആത്മാവിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തോണം, വളരെ പ്രാധാന്യം കൊടുത്തോണം കേട്ടോ. ഈ ആദ്യകാലത്ത് ഈ ഉപദേശം നമ്മുടെ പിതാക്കന്മാര് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ചുരുക്കമാണ്. ഞാന് എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ടു വളർന്ന ഒരാളാണ്. എൻ്റെ അമ്മച്ചി എൻ്റെ ഓർമ്മയായ കാലം മുതൽ രാത്രിയിൽ എപ്പോഴൊക്കെ ഞാൻ ഉണരുവോ അപ്പോഴൊക്കെ അമ്മച്ചി പ്രാർത്ഥിക്കുകയായിരിക്കും. എത്ര വട്ടം രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, തുടർമാനം പ്രാർത്ഥിക്കും. എന്നാൽ അമ്മച്ചിയുടെ പ്രാർത്ഥന ഞാൻ പലയിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈ മലയാളത്തിലായിരുന്നില്ല. അതിൽ നല്ലൊരു പങ്കും നിലവിളി, ഞരക്കവും അന്യഭാഷയായിരുന്നു. അതിനിടയ്ക്ക് ചില മലയാള പദങ്ങൾ പറയുള്ളൂ. കാരണം അവരെയൊക്കെ അങ്ങനെ പഠിച്ചത്, അവരെയൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുക. മരണം വരെ, അമ്മച്ചിയുടെ മരണം വരെ അത് തുടർന്നു വന്നു. ഇന്ന് എൻ്റെ വൈഫ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രമാണം, പ്രാർത്ഥനയും ആരാധനയും ഒക്കെ തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമോ നമുക്ക്? അതിനാണ് നമ്മൾ ഈ ആത്മനിറവ് പ്രാപിച്ചത്, അന്യഭാഷ അടയാളം ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ഈ അന്യഭാഷ സ്വകാര്യ സ്വത്തായി കയ്യിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ഇവിടെ രണ്ടും, ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും, നമ്മൾ ഈ അന്യഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ എവിടെ കൊണ്ട് ഉപയോഗിക്കുക ഈ ഭാഷ? കൂട്ടുകാരോട് വർത്താനം പറയാൻ കൊള്ളുവോ? കടയിൽ ചെന്ന് സാധനം ചോദിക്കാൻ കൊള്ളുവോ? അന്യഭാഷയിൽ സാധനം ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുമോ? അയൽവക്കംകാരോട് അന്യഭാഷയിൽ നമ്മൾ വർത്താനം പറഞ്ഞാൽ അവർക്ക് വല്ലതും പിടികിട്ടുവോ? അപ്പൊ നമുക്ക് ദൈവം തന്നെ ഈ ഭാഷ ഉപയോഗിക്കേണ്ട രണ്ടിടവാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന്, അന്യഭാഷയിൽ ആരാധിക്കുക, ആത്മാവ് നിറഞ്ഞവരായിട്ട്. നമ്മുടെ സങ്കീർത്തനങ്ങളും സ്തുതിയും ആത്മീയ ഗീതങ്ങളും ഒക്കെ ആത്മനിറവിലായിരിക്കണം. ആരാധനയിൽ അന്യഭാഷാ ഭാഷണം നമുക്ക് ഉപയോഗിക്കാം. ആരും വിലക്കരുത് കേട്ടോ അതിനെ. അപ്പൊ തന്നെ ഓർത്തോണം കേട്ടോ, പൊതുവിലുള്ള കൂട്ടായ്മകളിൽ നാം ബുദ്ധിക്ക് അല്പം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആത്മവരമില്ലാത്ത ഒരുവൻ എന്ന് പറഞ്ഞാൽ
ആത്മവരം എന്ന് പറഞ്ഞ ആത്മാവിനെ കുറിച്ച് അറിവല്ലാതെ ആത്മാവിന്റെ കൃപാവരങ്ങൾ പ്രാപിച്ചവെന്നുള്ള അർത്ഥമല്ല അവിടെ കിടക്കുന്നത്. തെറ്റിദ്ധരിക്കരുത് ആ വാക്യം. ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയത്തില്ലാത്തവൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവൻ അകത്ത് വന്നാൽ അവനെങ്ങനെ മനസ്സിലാകും? ഈ ആത്മാവിലാ സ്തോത്രം പറഞ്ഞത്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല, പിന്നെ എങ്ങനെ ഞാൻ ആമേൻ പറയുന്നത്? അവിടെയൊക്കെ പൊതുവിടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഓർത്തോണം, ബുദ്ധിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് ഒരു സദസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ ഉപയോഗിക്കണം. അത് നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥന ഉപയോഗിക്കാൻ അവസരമുണ്ടല്ലോ, ഇഷ്ടംപോലെ അവസരമില്ലേ? ചിലര് ഈ തെറ്റി അബദ്ധം കാണിക്കും. എന്താണെന്നറിയാമോ? കൂട്ടായ്മകളൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്ക് അങ്ങ് പ്രാർത്ഥിച്ച് കൈ അടിച്ചു ബഹളം വെച്ച് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി സമയം അങ്ങ് നീട്ടിക്കൊണ്ടുപോകും. അയാൾ എന്താ പറഞ്ഞേ? എന്താ പ്രാർത്ഥിച്ച്? നമ്മളെങ്ങനെ അതിന് ആമേൻ പറയുന്നത്? അതുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയും പൊതുവിൽ നാം ആരാധിക്കുമ്പോഴും അവിടെയൊക്കെ ബുദ്ധിപരമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ആരാധിക്കാൻ കഴിയണം. അപ്പോൾ തന്നെ ആത്മനിറവിൽ അത് ചെയ്യാനും കഴിയണം. ആത്മനിറവിൽ നമുക്കത് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് അവിടെ അന്യഭാഷ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഉപയോഗിച്ചാൽ തെറ്റുമല്ല. പക്ഷെ ഓർത്തോണം, ഇതില്ലാത്ത ചിലര് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. അവര് കേൾക്കുമ്പോൾ അവർക്കും കൂടെ മനസ്സിലാകണം. ഇന്ന് എനിക്ക് വേദനയുണ്ട്. നമ്മളിന്ന് കാട്ടിക്കൂട്ടുന്ന ഈ ഗിമിക്കുകളൊക്കെ പലയിടത്തും. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു കൺവെൻഷൻ പോയിരിക്കുക, സൂക്ഷയ്ക്കായിരിക്കുന്നത് പ്രസംഗിക്കാനാണ് ചെന്നത്. ഇവിടെ അടുത്തായിട്ടോ ഏറ്റുമാനൂര ഒരു കൺവെൻഷൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രസിദ്ധരായ ഒരു ട്രൂപ്പാണ് പാട്ട് പാടുന്നത്. പ്രസിദ്ധരായ ഒരു ട്രൂപ്പ് ഇങ്ങനെ പാട്ട് പാടുന്നത്. അപ്പൊ ഈ പാട്ട് അവസാനം ഞാൻ ഈ കഴിയുന്നിടത്തോളം ആരാധനയും കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അവസാന ഭാഗത്തേക്ക് സ്റ്റേജിലേക്ക് ചെല്ലാം. നമ്മൾ അത്രയും കൂടെ ഈ ഫ്രണ്ടിലിരുന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നും കണ്ടേ പോയി സദസ്സിലിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ചെന്നപ്പോഴത്തേക്ക് താട്ടി മൂളിക്കുക, ഭയങ്കര ബഹളമാണ്, അന്യഭാഷ പ്രളയം, ഭയങ്കര. അപ്പൊ എന്റെ അടുക്കൽ വന്നൊരു സഹോദരൻ ഇരുന്നു. അവർക്ക് ഈ ടീമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്നോട് പറഞ്ഞു, ഇത് ഇന്നയാളാണ്. ഈ ചിലരെയൊക്കെ എനിക്കറിയാം, എല്ലാവരും എനിക്കറിയത്തില്ല. പ്രസിദ്ധമായ ഒരു ട്രൂപ്പ്. അത് കഴിഞ്ഞ് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, സാറേ അന്യഭാഷ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അദ്ദേഹം എന്നോട് പറഞ്ഞ കേൾക്കണോ? അത് സീഡിയാന്ന് പറഞ്ഞു, അന്യഭാഷ. ഈ പാട്ടിന്റെ അവസാനം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാന്നറിയാമോ? ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി അന്യഭാഷ സീഡിയിലെടുത്തിട്ട് ഈ പാട്ടിന്റെ കൂട്ടത്തിൽ അതോടെ കയറ്റിയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര അന്യഭാഷ. ആരാ പറയുന്നതെന്ന് അറിയത്തില്ല. കാരണം സ്റ്റേജ് ഞായറാഴ്ച പിള്ളേർ നിന്നങ്ങ് ബഹളം വെക്കുകയല്ലേ. അതിൽ ആരാ ഇത് പറഞ്ഞു നമ്മൾ പിടികിട്ടിയില്ല. പക്ഷെ അത് സീഡിയാണ്. ഓളം. ഇതൊക്കെ ന്യായം വിധിക്കുന്ന ദിവസം വരുമെന്ന് ഓർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ ബഹളമുറയല്ല ആരാധന എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ആരാധനയെ കുറിച്ച് പറയാനാ, കാരണം കുറിവാക്യം വായിച്ചതല്ലേ. വരുന്ന ദിവസം നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ബുദ്ധി കൊണ്ട് നമ്മൾ ആരാധിക്കും, ആത്മാവ് കൊണ്ടും ആരാധിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഇത് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവം നമുക്ക് തരുന്ന ജ്ഞാനവും കൃപയും അനുസരിച്ച് ചെയ്തോണം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവനാമവും ദൈവിക ശുശ്രൂഷകളും അപമാനിക്കപ്പെടാൻ ഇടവരുത്തരുത്. നമ്മള് വെടിക്കെട്ട് പോലെ നിന്ന് പ്രാർത്ഥിച്ച് ആളുകൾ കേട്ട് നിന്ന് ചിരിക്കുകയും കുറ്റം പറയുകയാണ്. അപ്പം അപഹസിക്കപ്പെട്ടത് ശുശ്രൂഷയാണ്, നമ്മളെ അല്ല. ആ ശുശ്രൂഷയാണ് ആളുകൾ കുറ്റം വിധിച്ചത്. ശുശ്രൂഷ കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ശുശ്രൂഷയെ ഒരാള് പരിഹസിച്ചാൽ, അപഹസിച്ചാൽ, അപമാനിച്ചാൽ, വിമർശിച്ചാൽ അത് യേശുവിനെ വിമർശിക്കും.
ഞാനത് എല്ലായിടത്തും പറയുന്ന, പ്രത്യേകിച്ച് എന്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. സൂക്ഷിക്കുന്ന ദൈവദാസന്മാരോട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്, ശുശ്രൂഷ അവമാനിക്കപ്പെടരുത്, പെർഫെക്റ്റ് ആയിരിക്കണം. മരണം, ഒരു കല്യാണം, ഒരു കയറിപ്പാർക്ക സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എഴുതി വെച്ചതുപോലെ ക്രമീകരണത്തോടെ അത് ചെയ്യണം, ബുദ്ധിയോടെ ചെയ്യണം. അതേസമയം ആത്മാവിന്റെ നടത്തിപ്പിനും നമ്മൾ അവിടെ ഇടം കൊടുക്കണം. അതുകൊണ്ട് അന്യഭാഷ പറയണമെന്നില്ല അവിടെ. ഓർത്തോണേ. ഇനി ഞാൻ പറഞ്ഞു, ഇത് ഞാനിപ്പോ പറഞ്ഞത് അന്യഭാഷ എന്ന് അടയാള ഭാഷയെക്കുറിച്ച്. ഇനി ഇതേ അന്യഭാഷ തന്നെ വരമായും ദൈവം നമുക്ക് നൽകും. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കുറെ വരങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലെ? 10-28 കൂട്ടം വരങ്ങൾ, കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ആത്മീയ വരങ്ങളെന്നോ കൃപാവരങ്ങളെന്നോ ആണ് അവയെ വിളിക്കുന്നത്. ആ വരങ്ങളിൽ ഒരു വരമാണ് അന്യഭാഷ. കേട്ടോ? അതിന്റെ 1 Corinthians 14:5 വാ. അഞ്ച് 1 Corinthians 14:5. ഞാൻ പറഞ്ഞത് ക്രൈസ്റ്റ് ഏതാ? ക്രൈസ്റ്റിക് രീതിയിൽ അത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കൈസം പറഞ്ഞു മറന്നല്ലോ. അതുകൊണ്ട് ഇത് ഇടയ്ക്കും രണ്ടും അവിടുന്ന് ഇവിടുന്നും കൂടെ പറഞ്ഞാ വരുന്നത്. രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പറഞ്ഞാ വരുന്നത്. ഒന്ന് അടയാള ഭാഷയെ കുറിച്ച് പറഞ്ഞു വന്നു. ഈ 5ാമത്തെ വാക്യത്തിൽ വന്നപ്പോഴത്തേക്ക് പറയുകയാണ്, വായിച്ചേ. നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. മതി നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണം. കണ്ടോ? അപ്പൊ പ്രവചനം ഒരു വരമല്ലേ അല്ലേ? പ്രവചനം ഒരു കൃപാവരമല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതിനെ കുറിച്ച്? അപ്പം ഒരു ഒരെണ്ണം കൃപാവരാണെ തൊട്ട് മൂളി പറഞ്ഞിരിക്കുക അന്യഭാഷകൾ ഏതാ? ഒരേ വാക്യത്തിൽ തന്നെ ഒന്ന് അടയാളോ ഒന്ന് കൃപാവരോ ആകുകയല്ലോ. അപ്പൊ ഇതിന് തൊട്ടു മുൻപ് വരെ പറഞ്ഞു വന്ന് 4ാമത്തെ വാക്യം വരെ ഞാൻ പറഞ്ഞല്ലോ, ഈ കൈസ്റ്റിക് രീതിയിൽ പറഞ്ഞു വരികയായിരുന്നു. പറഞ്ഞു വന്നേച്ച് അവിടുന്ന് പൊടുന്നനവേ 5ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് ഇപ്പോൾ വരങ്ങളെ കുറിച്ച് പറയുകയാണ്. നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ, പ്രത്യേകിച്ച് ബഹുവചനം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. പ്രവചനം കൃപാവരമാണ്. അങ്ങനെയാണെങ്കിൽ മോളി പറഞ്ഞിരിക്കുന്ന അന്യഭാഷകൾ എന്ന് പറയുന്നതും കൃപാവരമാണ്. അപ്പൊ ചില കൃപാവരങ്ങളായും അന്യഭാഷകൾ ദൈവം നമുക്ക് തരും. ഒന്ന് അടയാളമായിട്ട് തരും, അതെല്ലാവർക്കും തരുന്നതാണ്. പക്ഷെ കൃപാവരങ്ങൾ എല്ലാവർക്കും ഒരുപോലല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവ പൈതലിന് ഒരു കൃപാവരവും ഇല്ലാത്തവരായി ദൈവം ആരെയും വിട്ടിട്ടുമില്ല. വ്യത്യസ്ത കൃപാവരങ്ങളാണ് ദൈവം നമുക്കൊക്കെ തന്നിരിക്കുന്നത്. കേട്ടോ? ദൈവം അത് കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ പിന്നെ പഠിപ്പിക്കാം. അപ്പൊ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന വരങ്ങളെയാണ് എന്ത് പറയുന്നത്? കൃപാവരം. കൃപയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഔദാര്യമോ യോഗ്യതയോ അർഹതയോ നോക്കിയിട്ടല്ല, കൃപയാൽ, ബൈ ഗ്രേസ് ഓൺലി. ദൈവത്തിന് നമ്മളോട് തോന്നിയ അമിത സ്നേഹം നിമിത്തം ദൈവം നമുക്ക് തരുന്ന ചില വരങ്ങളുണ്ട്. ഈ വരങ്ങൾ എന്തിനാണെന്നറിയാമോ? അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധനവ് വരുത്തുന്നു. ഉണ്ടോ?
അന്യഭാഷകളിൽ എന്ന് പറഞ്ഞാൽ ഇത് വരത്തെ കുറിച്ചാണ്. മറ്റേത് നമ്മൾ സ്വന്തമായിരുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. എന്നാൽ കൃപാപരമായി അന്യഭാഷ സംസാരിക്കുന്നവൻ ആർക്കാ? നമുക്കല്ല, വ്യക്തിപരമല്ല, സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു. സഭയ്ക്ക് ആത്മീയ വർധനവ് വരുത്തുന്നു. നിങ്ങൾ 12-ാം അധ്യായം നോക്കിയേ. 12-ാം അധ്യായം 1-ാം അധ്യായത്തിന് 4 തൊട്ട് നോക്കിയേ. 4 തൊട്ട് 4. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. കണ്ടോ? കൃപാവരങ്ങൾ, കൃപാവരങ്ങൾ കറിസ്മേര എന്ന് പറഞ്ഞ കൃപയാൽ ആത്മാവ് തരുന്ന ഗിഫ്റ്റുകൾ. വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തൻ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. കൃപാവരങ്ങൾ ആർക്കാ പ്രയോജനം വരുത്തുന്നത്? ആർക്കാ പ്രയോജനം? പൊതുപ്രയോജനം. അടയാളമായിട്ട് നമ്മൾ അന്യഭാഷ പറയുന്ന ആർക്കാ പ്രയോജനം വരുത്തിയത്? തനിക്ക് താൻ ആത്മീയ, അവനവന് ആത്മീയ വർധന വരുത്തും. എനിക്ക് ആത്മീയ വർധന. എന്നാൽ വരമായിട്ട് ദൈവം അന്യഭാഷ തന്നിട്ടുണ്ട് കേട്ടോ. വരമായിട്ട് ദൈവം അന്യഭാഷ. എന്നിട്ട് വേണേ താഴോട്ടൊന്ന് വായിച്ചോ. പൊതുപ്രയോജനത്തിനായി നൽകുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, അങ്ങനെ ഒരു വരമുണ്ട് കേട്ടോ, കൃപാവരമുണ്ട്. ജ്ഞാനത്തിന്റെ വചനം. പോട്ടെ. മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ വേദശാന്തിയുടെ വരം. പോകാനുള്ള തിരക്കാന്ന് തോന്നുന്നു. ഞാൻ ഇന്നാലും പറഞ്ഞു, നിങ്ങൾ വായിക്കുമ്പോൾ ഞാനിത് പഠിപ്പിക്കുകയല്ല, ഒന്ന് നിർത്തി അവരൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കുന്നു, ഒന്ന് പരിശീലിക്കണേ. ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം വായിക്കുന്നവര് പോയി ചോറുണ്ടാലും ഉപദേശിക്ക് പോകാൻ പറ്റാതെ വരും. അപ്പൊ അതത് നിർത്തി വായിച്ചതെന്നു ഞാൻ സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും ഇങ്ങനെ കൊടുക്കും. എന്നാൽ വേറൊരു അതേ ആത്മാവിനാൽ വിശ്വാസം. അപ്പൊ വിശ്വാസം എന്താണ്? ഒരു വരമായിട്ട് തരും. എന്നാൽ യേശുവിനെ രക്ഷിക്കപ്പെട്ടത് അല്ലേ? കർത്താവിനെ നമ്മള് രക്ഷിതാവായി ഏറ്റെടുത്തു അല്ലേ? യേശുവിനെ വിശ്വസിച്ചു നമ്മള് ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞു. അങ്ങനെ നമ്മൾ വിശ്വാസമില്ല. ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? നമുക്കെല്ലാം വിശ്വാസം ഇല്ലേ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞ ഒന്നില്ലേ നിങ്ങളുടെയും? തീർച്ചയായിട്ടും നമുക്കെല്ലാം വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസം ചില സന്ദർഭങ്ങളിൽ ഒരു വരമായിട്ടും ദൈവം തരും. ആസ് എ ഗിഫ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ചില വിശ്വാസത്തിന്റെ വരം കിട്ടിയവരെ ഒന്നുമില്ലായ്മയിൽ നിന്നും യേശുവിന് വേണ്ടി വിശ്വാസത്താൽ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തവരുണ്ട്. കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നു, സഹായിക്കാൻ ആളില്ലായിരുന്നു, കൂടെ കൂടാൻ കൂട്ടുകാരില്ലായിരുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് വലിയ പ്രസ്ഥാനങ്ങൾ. ഇന്ന് നമ്മൾ കാണുന്ന പല പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ ഉടനീളമുള്ള പല പ്രസ്ഥാനങ്ങളും തുടങ്ങിയത് അത്തരം ചില ദൈവദാസന്മാരാ. ഇന്ന് അവരൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാ. പക്ഷേ ഒന്നുമില്ല, അവരുടെ ഒന്നുമില്ല. വിശ്വാസം വാരിയെറിയുക. എന്തുകൊണ്ട് അവരത് ചെയ്തു? എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എനിക്കെന്താ ചിലത് ചെയ്യാൻ പറ്റാത്തത്? എനിക്ക് ആ വരം കിട്ടിയിട്ടില്ല, അതാ കാര്യം.
ഇത് രണ്ടും ഉണ്ട് കേട്ടോ. വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, അതേസമയം വിശ്വാസം എന്ന വരം ഉണ്ട്, അതെല്ലാവർക്കും ഇല്ലല്ലോ. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നത് വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന് എടുത്തു പറയാനുള്ള കാരണേ. അടുത്തത് വിശ്വാസം മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം. രോഗശാന്തികളുടെ വരം, അങ്ങനൊരു വരമുണ്ട് കേട്ടോ. അങ്ങനെ വരമുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. ഈ രോഗശാന്തികളുടെ വരം എന്ന് പറഞ്ഞാലേ ചില ദൈവാസന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലര് പാസ്റ്ററേ എനിക്ക് രോഗശാന്തിയുടെ വരം തന്നിട്ടുണ്ടെന്ന് പറയും. രോഗശാന്തികളുടെ വരം എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന സൂക്കേടെല്ലാം പ്രാർത്ഥിച്ച് മാറുമെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഞാൻ ഏത് രോഗികളുടെ മേൽ കൈവയ്ക്കുന്നുവോ അവർക്ക് സൗഖ്യമാണ്. പൊതുപ്രയോജനത്തിന്, അല്ലാതെ പ്രൈവറ്റ് പ്രാക്ടീസിനുള്ളതല്ല. കൃപാവരങ്ങളൊന്നും പ്രൈവറ്റ് പ്രാക്ടീസിനുള്ളതല്ല. നമ്മുടെ ഇടയില് ഈ പ്രവചനവരം കിട്ടിയവര് സത്യം പറഞ്ഞ അത് പൊതുപ്രയോജനം, സഭയ്ക്ക് പ്രയോജനപ്പെടണമെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവര് പ്രൈവറ്റ് പ്രാക്ടീസാ. വീട്ടിലിരുന്ന് സ്വകാര്യ പരിപാടി, ആളുകൾ അവിടെ ചെല്ലുക, കാശ് കൊടുക്കുക. ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാര് വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രവാചകന്മാര്. സഭയിലില്ല, അവർക്ക് ശുശ്രൂഷയില്ല. സഭയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. വീട്ടില് ആളുകൾ വന്ന് കാശ് കൊടുത്ത് ചെയ്യിക്കുക. രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തന് വീര്യപ്രവർത്തികൾ, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുത്തന് പലവിധ ഭാഷകൾ. കണ്ട, പലവിധ ഭാഷകൾ. ഇത് വരമാണ്. ഈ വരത്തെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വായിച്ചത് കേട്ടോ, 14 നമ്മൾ വായിച്ചത്. പലവിധ. ഒരു കാര്യം ഞാൻ പറയാവേ, ഈ വരമായിട്ട് അന്യഭാഷ കിട്ടിയവൻ, അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകം വരമായിട്ട് അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ അത് ബഹുവചനത്തിലാണ് പറയുന്നത്. ബഹുവചനം, പലവിധ ഭാഷകൾ. പലവിധ ഭാഷ എന്നല്ല, പലവിധ ഭാഷകൾ. മറ്റേ അടയാളത്തിന്റെ കാര്യമല്ല ഈ പറഞ്ഞത്. ആ അടയാളം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആത്മീയവർത്തനം വരുത്താനും നമുക്ക് ദൈവമായിട്ട് സംസാരിക്കാനും ദൈവത്തിന്റെ കാര്യങ്ങൾ പറയാനുമാണ്. അത് എനിക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവം തന്നതാണ്. പക്ഷേ പൊതുപ്രയോജനത്തിന് എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുള്ളതിൽ ഒരു വരം അന്യഭാഷാ ഭാഷണമാണ്. അങ്ങനെ വരം കിട്ടും ചിലർക്ക്, കിട്ടും അന്യഭാഷ. അത് ബഹുവചനത്തിലാ പറഞ്ഞിരിക്കുന്നത്. അത് ഗിഫ്റ്റാണ്. കൊരിന്തി 12:10 അവിടെ നമ്മൾ വായിച്ചത് അതാണ്. ഇനി നിങ്ങൾക്ക് കാണാം 14-ാം അധ്യായമില്ലേ, 14-ാം അധ്യായത്തില് 26 തുടങ്ങി നോക്കിക്കേ. വേറെ കുറെ കൃപാവരങ്ങൾ ഇപ്പൊ പഠിപ്പിക്കുകയല്ല, എന്നാലും ഒന്ന് നോക്കിക്കേ. ആകയാൽ എന്ത് 14:26. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്. അത് കൃപാവരമാണ്. സങ്കീർത്തനം കൃപാവരമുണ്ട്. ഉപദേശം, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, ഇത് കൃപാവരമാണ്. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. മതി. അപ്പൊ ഇതെല്ലാം ആത്മീക വർധനം. എവിടുത്തെ ആത്മീക വർധനം? കൃപാവരങ്ങൾ വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല. കൃപാവരങ്ങൾ ദൈവം തന്നിരിക്കുന്നത് സഭയെ കെട്ടിപ്പണിയാനുള്ളത്. ദൈവസഭയെ കെട്ടിപ്പണിയാനുള്ളതാണ്. വ്യക്തിപരമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന അടയാളം നമുക്ക് തന്നെ ആത്മീക വർധന വരുത്താം. അപ്പോ അടയാളമായിട്ട് ഞാൻ പ്രാപിച്ച അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അതിലൂടെ ഞാൻ ദൈവത്തോട് സംസാരിക്കുകയും
വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം അണച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ വരമായിട്ട് ദൈവം തന്ന അന്യഭാഷകൾ സഭയുടെ പൊതുപ്രയോജനത്തിനുള്ളതാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? നമ്മള് അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വന്നേ. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 14:5 വീണ്ടും വായിച്ചേ. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അന്യഭാഷ കൃപാവരമായിട്ട് ലഭിച്ചിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ മിണ്ടരുത്. അത് താഴേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? വ്യാഖ്യാനി ഇല്ലെങ്കിൽ മിണ്ടരുത്. ആ ഭാഗം അന്യഭാഷ സംസാരിക്കണം, സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു. വന്നേ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. കണ്ടോ? അപ്പൊ അന്യഭാഷകളിൽ സംസാരിക്കുന്ന കൃപാവരമാണേ. ആ കൃപാവരം സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു കാര്യം ചെയ്തോണം, ഈ അന്യഭാഷകളിൽ സംസാരിക്കുന്ന വരമായിട്ട് സംസാരിക്കുന്നവൻ വ്യാഖ്യാനി ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം സഭ. ഇത് എന്താണെന്നറിയാമോ? ഇത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്നുകൂടെ പോകണം. ഞാൻ കേട്ടു വളർന്ന ആളാണ്. ആരാധന തുടങ്ങി, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ തുടങ്ങി, പെട്ടെന്ന് ഒരു മാതാവോ ഒരു പിതാവോ വളരെ ശബ്ദമുയർത്തി അന്യഭാഷയിൽ കുറെ നേരം സംസാരിക്കും. അന്യഭാഷ. അപ്പൊ മറ്റുള്ളവരെല്ലാം മിണ്ടാതിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു അപ്പച്ചനോ അമ്മച്ചിയോ അറിയാമോ ആത്മാവിൽ നിറഞ്ഞിട്ട് ചില സമയങ്ങളിൽ തന്നെ നീണ്ട അന്യഭാഷയിൽ തന്നെ ചിലത് സംസാരിക്കും. നമുക്കാർക്കും മനസ്സിലാകില്ല. ഉടനെ അമ്മച്ചി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞുകൊണ്ടേ ഉണ്ടല്ലോ, അപ്പുറത്തിരിക്കുന്ന ഒരു മൂപ്പനപ്പച്ചൻ അതിന്റെ മലയാളത്തിലുള്ള വ്യാഖ്യാനം അങ്ങോട്ട് പറയും. അപ്പോഴാണ് എന്താണ് ഈ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് ചിലപ്പോൾ സഭയോടുള്ള ദൂതായിരിക്കും, പാസ്റ്ററോടുള്ള ആലോചനയായിരിക്കും, അന്ന് ദൈവസഭയിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസിയോട് അറിയിക്കാനുള്ള ചില വിഷയങ്ങളായിരിക്കും. മനസ്സിലായോ? ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജനം കരഞ്ഞ് നിലവിളിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഇനി വ്യാഖ്യാനി ഇല്ലെന്ന് വെച്ചു, സഭയ്ക്കകത്ത് വ്യാഖ്യാനി ഇല്ല. വ്യാഖ്യാനി ഇല്ലെങ്കിൽ ഈ കൃപാവരമായിട്ട് അന്യഭാഷ പ്രാപിച്ചിരിക്കുന്ന ആള് വ്യാഖ്യാനപരത്തിന് പ്രാർത്ഥിച്ചോണം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ അങ്ങനെയൊക്കെയാ. പണ്ടിങ്ങനെ രണ്ടും രണ്ടായിരുന്നു. ഇപ്പോ അന്യഭാഷയിൽ അങ്ങോട്ട് സംസാരിക്കുന്ന ആള് തന്നെ അന്യഭാഷ പറഞ്ഞു നിർത്തിയിട്ട് മലയാളത്തിൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു തരും. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് കേട്ടിട്ടുണ്ട്. കൃപാവരാരിലും പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണേ, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഉണ്ടെങ്കിൽ അതിനെ കുറെ കൂടെ മിഴിവിറ്റതാക്കണം. നിങ്ങൾ സഭയ്ക്ക് വളരെ നല്ല സേവനമാണ് ചെയ്യുന്നത്. ദൈവം വലിയ പ്രതിഫലം തരും. വ്യാഖ്യാനിക്കു വേണ്ടി, വ്യാഖ്യാനപരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കൃപാവരം. ഇത് രണ്ടും രണ്ടാണേ.